എറണാകുളം ചേന്നമംഗലം കൊലപാതകത്തിൽ പ്രതി ഋതുവിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ പോലീസ്. പറവൂർ ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും. 10 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെടാനാണ് തീരുമാനം. അയൽവാസികളായ 3 പേരെ ക്രൂരമായി കൊലപ്പെടുത്തിയ ഋതുവിനെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. ചികിത്സയിൽ കഴിയുന്ന ജിത്തിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി. ആജ്ഞ, ഗുഡ് മോർണിംഗ്. ഇപ്പോഴും ആ ഞെട്ടൽ വിട്ടുമാറിയിട്ടില്ല. ഇങ്ങനൊരു ക്രൂര കൃത്യം എങ്ങനെയാണ് ഒരാൾക്ക് ചെയ്യാൻ കഴിയുക എന്നത് ഇപ്പോഴും അത്ഭുതമായി തുടരുകയാണ്. ചെറിയൊരു തർക്കത്തിന് പുറത്ത് തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് കയറി ചെന്ന് 3 പേരെ കൊല്ലുക, ഒരാളെ കൂടി കൊല്ലാൻ ശ്രമിച്ചു, അയാൾ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു. അപ്പോൾ പോലീസ് എന്താണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്? ഇതിൽ പോലീസ് ഏത് തരം നടപടിയിലേക്കാണ് കടക്കുന്നത്? ശ്രീജ, മുൻപം ഡിവൈഎസ്പി ജയകുമാർ സംഘവുമാണ് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് 17 അംഗ അന്വേഷണ സംഘമാണ്. അദ്ദേഹം ഇന്നലെ പറഞ്ഞതനുസരിച്ചിട്ട് ഋതുവിന് മാനസിക വൈകല്യമുണ്ട് എന്നാണ് ഋതുവിന്റെ അച്ഛൻ ജയൻ നേരത്തെ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിരുന്നത്. അങ്ങനെയായിരുന്നു. അതല്ലെങ്കിൽ നേരത്തെ തന്നെ ഇങ്ങനെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളായിരുന്നു ഋതു. അതുകൊണ്ട് തന്നെ ഇത്തരം കേസുകൾ, അതായത് അയലത്ത് വീട്ടിലേക്ക് കല്ലെടുത്തെറിയുക, അവിടുത്തെ സ്ത്രീകളെ ശല്യപ്പെടുത്തുക, മതിലിൽ ചവിട്ടി ടെറസിലേക്ക് കയറുക, ഓരോ വീട്ടുകളിലും ഇത്തരത്തിൽ അത് പാടില്ല എന്ന് പരാതി പറയുന്നവരെ പെട്രോൾ ഒഴിച്ചു കൊല്ലും അല്ലെങ്കിൽ വെട്ടിക്കൊല്ലും എന്നൊക്കെ ഭീഷണിപ്പെടുത്തുക, ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ നാട്ടുകാർക്ക് നിരന്തരമായി ഉണ്ടാക്കിയിരുന്ന ആളാണ് ഋതു. അതുമാത്രമല്ല, ഋതുവിന്റെ പേരിൽ മോഷണം ഉൾപ്പെടെ 5 ക്രിമിനൽ കേസുകളും നേരത്തെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് പോലീസിന്റെ നോട്ടപ്പുള്ളി ആയിരുന്ന ഒരാൾ തന്നെയാണ് ഋതു. പെട്ടെന്ന് ഒരു ദിവസം ഒരാൾ വന്നിട്ട് ഇങ്ങനെ ഒരു കുടുംബത്തിലെ ആൾക്കാരെ 3 പേരെ അടിച്ചു കൊല്ലുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ തന്നെ അയാൾ നിരീക്ഷണത്തിലുള്ള ആളായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി. അതിന് കൃത്യമായി പോലീസ് അതിന് നടപടിയെടുത്തില്ല, അല്ലെങ്കിൽ കൃത്യമായ നിരീക്ഷണത്തിൽ ഋതുവിനെ നിരീക്ഷണത്തിലാക്കിയില്ല തുടങ്ങിയ പരാതികളൊക്കെ വ്യാപകമാണ്. എന്നിരുന്നാൽ പോലും ഋതുവിന് മാനസികാസ്വാസ്ഥ്യമില്ല എന്ന് തന്നെയാണ് ഇന്നലെ ഡിവൈഎസ്പി ജയകുമാർ പറഞ്ഞത്. ഈ മാനസിക അസ്വാസ്ഥ്യവുമായി ബന്ധപ്പെട്ട് ഋതു നിലവിൽ ഒരു ആശുപത്രിയിലും ചികിത്സ തേടിയിട്ടില്ല എന്നുള്ള കാര്യവും വ്യക്തമാക്കുന്നുണ്ട്. അതായത് മാനസിക അസ്വാസ്ഥ്യം എന്ന് പറഞ്ഞ് വീട്ടുകാരുടെ അതിൽ നിന്നും തടിതപ്പാള വീട്ടുകാരുടെ നീക്കത്തെ പോലീസ് നേരത്തെ ആദ്യം തന്നെ തളയ്ക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ. അത് മാത്രമല്ല, ഇനിയിപ്പോൾ ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. 10 ദിവസത്തേക്കാണ് കസ്റ്റഡി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്നലെയാണ് പറവൂർ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി ഋതുവിനെ ആലുവ സബ് ജയിലിലേക്കാണ് 14 ദിവസത്തെ റിമാൻഡിൽ ആലുവ സബ് ജയിലിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പോലും ഇനി തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങളുണ്ട്. പക്ഷെ ശ്രീജ പറഞ്ഞതുപോലെ നമുക്ക് വിശ്വസിക്കാനാവുന്നില്ല. കാരണം 6ഉം 11ഉം വയസ്സുള്ള 2 പെൺകുട്ടികൾ, ഈ ചെറിയ കുട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായോ എന്ന് പോലും വ്യക്തമല്ല. പക്ഷേ അവരുടെ അരക്ഷിതാവസ്ഥ, അവരുടെ അനാഥത്വം, ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്നലെ ഇവരുടെ മരണാന്തര ചടങ്ങുമായി ബന്ധപ്പെട്ട് അവിടെ കൂടി നിന്നവരുടെ മനസ്സൊക്കെ അതായിരുന്നു. കാരണം ഒരു കണ്ണുപോലും നിറയാതെ നമ്മൾ ഇന്നലെ അവിടെ കണ്ടില്ല. വല്ലാത്ത ഒരു അങ്ങേയറ്റം മൂടപ്പെട്ട ഒരു അന്തരീക്ഷം തന്നെ ആയിരുന്നു. അങ്ങനെ ഈ പറഞ്ഞതുപോലെ വാക്കുകൾക്ക് അതീതമായിട്ട് അങ്ങനെ ഒരു ഞെട്ടിൽ ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് വേണം പറയാൻ. കാരണം നമ്മൾ അത്തരം ഒരു സിറ്റുവേഷനിൽ ചെന്ന് നിൽക്കുന്നു. 3 ആളുകളെ, ഒരു വീട്ടിലെ 3 ആളുകളെ, ഇന്നലെ രാത്രിയിൽ ഉണ്ടായിരുന്ന ഒരു വീട്ടിലെ 3 ആളുകളെ നിരത്തി കിടത്തിയിരിക്കുന്നു. ഈ ഒരു അവസ്ഥയിൽ പോലും ഭർത്താവ് ജിതിൻ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തുടരുന്നു. അയാളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നീക്കുപോക്കുകൾ ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്. സർക്കാരിനെ സമീപിക്കും, സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സഹായം ഉണ്ടായെങ്കിൽ സ്വന്തം നിലയ്ക്ക് ചികിത്സ തേടും എന്നുള്ള, ചികിത്സയ്ക്കുള്ള പണം ചെലവാക്കും എന്നുള്ള കാര്യവും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും നാട്ടുകാരൊക്കെ പെട്ടെന്നൊരു പണം സമാഹരിക്കാനും സുമനസ്സുകളുടെ സഹായം തേടി ജിതിൻ ബോസിന്റെ ഓപ്പറേഷൻ സർജറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിലാക്കാനുള്ള നീക്കങ്ങളൊക്കെ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നാലും നാട്ടുകാരുടെ ഭാഗത്തുനിന്നാലും ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇത്തരം ഒരാളെ, അതായത് ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള മാനസിക വൈകല്യമുണ്ടെന്ന് പറയുന്ന ഒരാളെ പോലീസ് നിരീക്ഷിച്ചില്ല എന്നുള്ളത് മാത്രമാണ് നാട്ടുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരാതി. കാരണം അത്തരം ഒരു അരക്ഷിതാവസ്ഥയിൽ ഒരു നാട് കഴിഞ്ഞുകൂടുക, നാട്ടിലുള്ള, അതായത് അയലത്ത് വീട്ടിലുണ്ടായിരുന്ന ഒരു കിടപ്പ് രോഗിയായ ഒരു സ്ത്രീ തലക്കിൽ വടി വെച്ചിട്ടാണ് കിടന്നുറങ്ങിയതെന്ന് പറയുന്നു. കാരണം ഏത് സമയത്തും ഈ ഋതുവിന്റെ ആക്രമണം ഉണ്ടാകാം എന്നൊരു ഭയത്തിലായിരുന്നു ആ നാട്ടുകാരൊക്കെ, അല്ലെങ്കിൽ അയലത്തുകാരൊക്കെ കഴിഞ്ഞുകൂടിയിരുന്നത്. ഈ ഒരു അവസ്ഥ, അതായത് ഒന്നും നിരീക്ഷിച്ചിരുന്നെങ്കിൽ, ഒന്നും മുൻകൂട്ടി കണ്ടിരുന്നെങ്കിൽ ഈ വലിയ ദുരന്തം ഒഴിവാക്കാമായിരുന്നു എന്ന് തന്നെയാണ് നാട്ടുകാരുടെ പക്ഷം. അതുകൊണ്ട് തന്നെ ഇന്നലെ പറവൂർ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്നപ്പോഴും
അകത്തേക്ക് കൊണ്ടുപോയപ്പോഴും നാട്ടുകാർ പ്രതിഷേധവുമായി ഇരച്ചു കയറി. തിരിച്ചിറങ്ങിയപ്പോൾ ഋതുവിനെ മർദ്ദിക്കുന്ന സാഹചര്യം, പോലീസുകാർക്ക് ഉൾപ്പെടെ മർദ്ദനമേൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അത്രയും രോഷാകുലരായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. എന്തായാലും ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. 10 ദിവസത്തേക്ക് ഋതുവിനെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസ് നീക്കം. ശരി, ആജ്ഞയാണ് വിവരങ്ങൾ നൽകിയത്. ഇങ്ങനെയൊരു കുറ്റവാളി, കൊടും കുറ്റവാളി, നാട്ടിൽ അത്രയേറെ പ്രശ്നമുണ്ടാക്കുന്ന ഒരാൾ എങ്ങനെയാണ് ഇത്ര സ്വതന്ത്രനായി അവിടെ നടന്നത് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അത് ഒരു 3 പേരുടെ ജീവൻ നഷ്ടമാവുന്ന സ്ഥിതിയിലേക്ക് വരെ എത്തുമ്പോൾ അതിൽ ഉത്തരവാദിത്തം, ഇന്നലെയും ഇതേ കാര്യം പറയേണ്ടി വന്നിരുന്നു, ഉത്തരവാദിത്തം പോലീസിന് തന്നെയാണ്. മാനസിക രോഗമുണ്ടെന്നൊക്കെ വീട്ടുകാർ അവകാശപ്പെടുമ്പോഴും അങ്ങനെ ഒന്നും ഇല്ല എന്നതാണ് പോലീസിന്റെ പ്രാഥമിക പരിശോധനയിൽ മനസ്സിലായിട്ടുള്ളത്.